ബിഗ് ബോസിന്റെ സീസൺ 7 വിജയി ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം തരംഗമാണ്. അതായത് ഈ സീസൺ 7 വിജയിച്ച വ്യക്തി എയറിലും അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം കിട്ടിയ വ്യക്തിയെ വാനോളം പുകഴ്ത്തുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ. എന്താണ് ഇതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അർഹിച്ച ആൾക്കല്ല ആ ഒരു കപ്പ് കയ്യിൽ കിട്ടിയത് എന്നുള്ള ജനങ്ങൾക്ക് തോന്നുന്ന ഒരു തരം വികാരം. ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ കപ്പ് നേടിയ വ്യക്തി അതിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് എന്നുള്ളത് പുറത്തുനിന്ന് ജനങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു PR സപ്പോർട്ട്, അത്രയ്ക്കും വലിയൊരു PRന്റെ ബലം അത് ഈ പറയുന്ന തരത്തിൽ അനുമോൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. സോ PR ബലത്തിലാണ് അനുമോൾ വിജയിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സീസൺ കുളമാകാനായിട്ട് ഏറ്റവും വലിയൊരു മെയിൻ കാരണം ഒന്ന് അനുമോളും രണ്ടാമത്തേത് PR-ഉമാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ നല്ല രീതിയിൽ പോകേണ്ട ഒരു സീസൺ ആയിരുന്നു. പക്ഷേ ആ സീസണിൽ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെ അവർ അതിൻ്റെ അകത്ത് എടുത്തു. എന്നിട്ട് അവർ കളിച്ച ഗെയിം ഇതുവരെയുള്ള സീസണുകളിൽ ഒരൊറ്റ കണ്ടസ്റ്റൻസും കളിക്കാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള അലമ്പ് ഗെയിം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം മുഴുനീളെ ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടുക്കളയിൽ കയറുക, അതിനുള്ളിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കുക, തിരിച്ചിറങ്ങുക, കരയുക, ഒറ്റപ്പെട്ടിരിക്കുക. ഇതാണ് അനുമോളുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. നേരെ ചൊവ്വേ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നാത്ത ഒരു കാര്യമാണ്. കാരണം അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് അനുമോൾ അതിൻ്റെ അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. നോർമലി ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യം, അതായത് നമ്മൾ ലൈവ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ചിന്തിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. അത് ഒരാൾക്ക് വിജയിക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവണമല്ലോ. ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങൾ, എന്നിട്ട് ഞാനെന്തോ ഒറ്റപ്പെടുകയാണ്, എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ എന്നെ എല്ലാവരും കൂടി വ്യക്തിഹത്യ ചെയ്യുകയാണ് എന്നുള്ള തരത്തിൽ പുറത്ത് PR ടീം വേറൊരു തരത്തിൽ അതിനെ വളച്ചൊടിക്കുക. യഥാർത്ഥത്തിൽ ഈ അനുമോൾ അതിൻ്റെ അകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്തോ, അനുമോൾ എത്ര പേരുടെ ലൈഫാണ് ഈ പുറത്തെ PR ടീമിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രശ്നമില്ല. പകരം അനുമോൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അനുമോൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷയമായി മാറുന്നത്. അതാണ് ഈ PR ടീം വളച്ചൊടിച്ചുകൊണ്ട് ഒരുതരം വൃത്തികെട്ട രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നത്. ഈ സീസൺ ഉടനീളം നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സീസൺ കുളമാവാനായിട്ടുള്ള മെയിൻ കാരണം ഒന്ന് അനുമോളും പിന്നെ PR എന്ന് വെച്ചാൽ അനുമോളുടെ PR തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും, ഈ ബിഗ് ബോസ് പ്രേമികളായിട്ടുള്ള ഒട്ടുമിക്ക പ്രേക്ഷകരും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓരോ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ ഒരു വിന്നറായിട്ട് വന്ന വ്യക്തിക്ക് ഇതാണോ സ്വീകരണം എന്ന് പറയുന്നത്. കാരണം ഒട്ടും ഡിസർവിങ് അല്ലാത്ത തരത്തിലാണ് അതിൻ്റെ അകത്ത് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നതും ഓരോ ട്രോൾ പോസ്റ്റ് വരുന്നതും ഒക്കെ തന്നെ. എനിക്ക് തോന്നുന്നു ഈ 1 തൊട്ട് 7 സീസൺ വരെ എടുത്തു കഴിഞ്ഞാൽ ഈ സീസണിലാണ് ഒരു വിജയിക്ക് ഇങ്ങനെ ഏറിൽ കയറായിട്ട് ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ബിഗ് ബോസിനോടൊരു കാര്യം പറയാനുള്ളത്, ഈ സീസണാ തൊലഞ്ഞു. ഇനി അടുത്ത സീസൺ ഇനി ഇതുപോലെ ആണെങ്കിൽ ജനങ്ങൾ, ജെന്യുവനായിട്ട് ഇത് കാണുന്ന ജനങ്ങൾ ബിഗ് ബോസ് തന്നെ വെറുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം PRന്റെ ഒരു വിളയാട്ടം എന്നുള്ളത് ഈ സീസണിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ അടക്കി നിർത്താനായിട്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ ഇതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയിട്ട് PR വിചാരിച്ച ആരാണോ ആ വ്യക്തിയെ ജയിക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയിൽ എത്തിയാൽ ഈ ഷോയുടെ അധപ്പതനമായിരിക്കും അത്. അത് കാണാനായിട്ട് ജെന്യുവനായിട്ട് ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ തീരുമാനിക്കുന്ന വിജയിയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടോട് കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ തന്നെ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിലൊക്കെ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പറയുന്ന തരത്തിൽ വിജയി ആരാണ് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ തീരുമാനിച്ച് ഒരാളെ വിജയിയാക്കുക. അല്ലാതെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ളവരൊക്കെ വിജയിച്ച് കയറുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിജയിച്ച വ്യക്തി അതിനുള്ളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ സീസണിൽ വിജയിച്ചിരിക്കുന്നത് PR എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ബലത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ PRന്റെ കഴിവ് തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല ശരിക്കും പറഞ്ഞത്.